ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മീഡിയ. ഇന്ന് ഇവിടെ ചെയ്യാൻ വന്ന സോങ് റിയാക്ഷനാണ്. സിഗ്മ സെക്കൻഡ് സിംഗിൾ ഇസ് ഔട്ട്. ഇന്നലെ വന്നതാണ്, ബട്ട് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല. ട്രീസി കൊണ്ട് എൻ്റെ ക്ഷീണം ഇതിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവറിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പാട്ടിൻ്റെ പേര് ഒലമ്മോ വകാലാടി. അർത്ഥം ഞാൻ മറന്നുപോയി. ഒലമ്മ വകലാടി അനന്തരമാണ് മറന്നുപോയി. ഇത് വിട്ടിരിക്കുന്ന യുവനണ്ണറ്റിയാണ്. ശിവൻ ശങ്കർ രാജ പടത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ ചെയ്യുന്നത് സന്ദീപ് കിഷൻ, ഫാരി അബ്ദുള്ള, പിന്നെ ഇവിടെ പ്രഭുദേവയുടെ അനിയനായിട്ട് രാജസുന്ദരം, പിന്നെ സമ്പത്ത് രാജ്, പിന്നെ ശിവ് പണ്ഡിറ്റ് എന്നിവരൊക്കെയാണ് പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. തലപതി വിജയിൻ്റെ മോനായിട്ടുള്ള ജേസൺ വിജയാണ്. മ്യൂസിക് ബൈ അമന്നസ്. ഇത്രയും പടത്തിനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ. എന്തായാലും നമുക്ക് പാട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആരംഭിക്കലാമോ? അപ്പോൾ 3, 2, 1 അവിടെ ലൈക്ക പ്രൊഡക്ഷൻസ് പ്രസൻസ്. അത് പറയാൻ മറന്നു കേട്ടോ. ലൈക്കായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യണം. മ്യൂസിക്. എത്ര മിനിറ്റ്? 3 മിനിറ്റ് 38 സെക്കൻഡ്. ഓക്കെ. JSJ മീഡിയ, സന്ദീപ് കിഷൻ ഇൻ ഇന്ത്യസ്, സിഗ്മാൻ, written and directed by Jason Sanjay. അതിൻ്റെ ഫസ്റ്റ് പാട്ട് തൊട്ടിട്ട് അടുത്താണ്. യുവനാണ് ഈ പാട്ട് ഓടിക്കണം. അപ്പോൾ ജേസൺ സഞ്ജയ് നേരം പാടിയിട്ടുണ്ട് ഈ പാട്ട്. ശങ്കർ രാജ, സഞ്ജന ദിവാകർ, കൃഷ്ണ ചൈതന്യാവും മനസ്സിലായി. ഫേമസ് ആണ്. ഒരു DOP കൃഷ്ണൻ, വസന്ത്, എഡിറ്റർ പ്രവീൺ കെ. ഡയറക്ടർ ബെഞ്ചമിനും. അതറിയാവുന്ന കാര്യമൊക്കെ. GKM രമൺകുമാരനാണ് ഇതിൻ്റെ ഹെഡെന്ന് ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ. ഇതാണ് ഈ വോയിസിൻ്റെ ഓണർ ആരാന്ന് എനിക്ക് അത്ര അറിഞ്ഞോടായിരുന്നു കേട്ടോ. വോയിസ് ഞാൻ പറയാമല്ലോ. രാജസുന്ദരൻ. സഞ്ജന കരമഞ്ചേരിയുടെ മറ്റേ ബേബിമ പാട്ടോടെയെന്ന് തോന്നുന്നുണ്ട്. അറിയാവുന്ന ഉണ്ടെങ്കിൽ ആടിയ പാട്ടുകളൊക്കെ അറിയാം. എനിക്ക് ഒന്ന് കമൻറ്റിട്ടോ ഗൈസ്. ബിഹൈൻഡ് ദ സീൻസ് കാണിക്കുന്നുണ്ട്. എന്തായാലും പൊളിപ്പാട്ട് ഇപ്പോൾ കഴിഞ്ഞു പോയി. അപ്പോൾ പൊളിപ്പാട്ട് എന്തായാലും പാട്ട് പൊളിച്ചു.
ഫസ്റ്റ് സിംഗിളും പൊളിച്ചു, സെക്കൻഡ് സിംഗിളും പൊളിച്ചു. ഇനി എപ്പോഴാണ് റിലീസെന്ന് മാത്രം ഒന്ന് അറിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ള ഒറ്റയതേ ഉള്ളൂ. ഇനി എത്ര പാട്ടുണ്ട് എന്നോ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അത് പറഞ്ഞപ്പോഴാണ് വേറെ കാര്യം എടുത്തത്. അടി ഞാൻ വൈശാഖണ്ണ എൻ്റെ അടുത്തൊന്ന് പറയടാ, ആരെങ്കിലും പോയിട്ട് പറയടേ ട്രെയിലർ വിടാൻ. ഖലീഫടാ മറ്റേ അയൺ ഗെയിം ഇത് പോയി, എന്താണ് ആ പോസ്റ്റ്പോണ്ടായി സെപ്റ്റംബർ 3 തൊട്ട് എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്തായാലും അപ്പം നോക്കാം. സോളോ റിലീസ് വരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ക്ലാഷ് വന്നതെന്ന പടം പൊട്ടാൻ ചാൻസ് കൂടുതലാണ് പോസിറ്റീവ് അടിച്ചത്. കാരണം ഇനിയിപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സിനിമയ്ക്ക് ഓൾറെഡി ഒരു ബഡ്ജറ്റ് ഉണ്ട്, 40 കോടി എന്താ സംതിങ് ഉണ്ടെന്നാണ് കേൾക്കണത്. ഐ ഡോണ്ട് നോ. ഇത്രയും ബഡ്ജറ്റിട്ട് മലയാള സിനിമ ഇറക്കാമെന്ന് പറയുന്നതേ നല്ല പാടാണ്. ഇപ്പോൾ പള്ളിച്ചട്ടമ്പിയുടെ കാര്യമൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. ബട്ട് എൻ്റെ ക്ലൈമാക്സ് കുറച്ച് ശോകമായിരുന്നു. എന്നാലും കുഴപ്പമില്ലാത്തൊരു പടം, ഒരു അവറേജ് ആയിട്ടൊരു ഫിലിമായിരുന്നു. എന്നാൽ എന്തായാലും പിന്നെ എരുമേലിയുടെ ട്രെയിലർ ഇറങ്ങിയിരുന്നു ഇന്നലെ. അത് ഞാൻ എന്തായാലും റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം ചേട്ടൻ കംബാക്ക് എടുക്കണമെങ്കിൽ എടുക്കട്ടെ, എന്തായാലും ഓൾറെഡി വന്നിട്ട് കാണുന്നുണ്ട്. അത് ഹോപ്പില്ല എന്നിട്ടല്ല, ഹോപ്പ് 50% ഉള്ളൂ. അതുകൊണ്ടാണ് 100% കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് അതിന് മുമ്പ് ഇറങ്ങിയൊരു പടമുണ്ട്, ഭാരത മഹാസാഗരികു എന്താ പറഞ്ഞിട്ട്, അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ചെയ്തുരാൻ തോന്നി. അതുകൊണ്ട് അതേമാതിരി എന്നാൽ നടക്കുകയും ചെയ്തു പടം തിയേറ്ററിൽ. എന്തിനാട്ടാ പാട്ട് പൊളിച്ചു. ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ഒന്ന് പെട്ടെന്ന് വിട് എന്നെ ചെയ്യാൻ ചെയ്യണം. വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഇനി എത്ര സിംഗിൾസ് വരാനുണ്ടെന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പടം പൊളിക്കട്ടെ. ഹിസ് ഫസ്റ്റ് മൂവി. ആൻഡ് ആര്യൻ ഖാനിന് കിട്ടിയ കണക്ക് ഒരു രാജകീയ ഡെബ്യൂട്ട്. അത് അങ്ങനെ ഡെബ്യൂട്ട് ചെയ്തൊരു സീരീസിലൂടെയാണ്. എന്നാലും ബാഡ്സ് ഓഫ് ബോളിവുഡ് എന്ന് പറഞ്ഞൊരു സീരീസിലൂടെയാണ് ഡെബ്യൂട്ട് ചെയ്തത്. അതേമാതിരി ഡെബ്യൂട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഓൾ ദ ബെസ്റ്റ് ജേസൺ സഞ്ജയ് ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ സഹായിക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ ഓൾ, ഹെയിൽ ദ വേൾഡ്.